രമേശ് ചെന്നിത്തലയെ അക്ഷരാർത്ഥത്തിൽ പരിഹസിക്കുകയായിരുന്നു കെ മുരളീധരൻ. ആരെങ്കിലും പുകഴ്ത്തിയത് കൊണ്ട് മുഖ്യമന്ത്രി ആകില്ല എന്ന് ചെന്നിത്തലയെ അധിക്ഷേപിച്ച് തന്നെയാണ് കെ മുരളീധരൻ കോഴിക്കോട് ഇന്ന് സംസാരിച്ചത്. NSSന്റെ വേദിയിലായാലും കഴിഞ്ഞ ദിവസം സമസ്തയുടെ വേദിയിലായാലും ആ രണ്ട് സംഘടനകളെയും പുകഴ്ത്തുന്ന നിലപാടായിരുന്നു രമേശ് ചെന്നിത്തല ഉദ്ഘാടകന്റെ റോളിലെത്തിയപ്പോൾ പ്രസംഗത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. ആള് കൂടുന്നതെന്നും, അതായത് രമേശ് ചെന്നിത്തല സംസാരിക്കുമ്പോൾ ആള് കൂടുന്നതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. PV ജോഷില കോഴിക്കോട് വിശദാംശങ്ങളുമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിക്കാനുണ്ടോ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിക്കാനുണ്ടോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജയിക്കണം എന്നുള്ളതായിരുന്നു കെ മുരളീധരൻ്റെ മറുപടി. അതുപോലെ തന്നെ ചെന്നിത്തല പോകുന്നിടത്തൊക്കെ ആളുകൾ കൂടി വരുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് ആളുകൾ കൂടിയത് കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളതായിരുന്നു കെ മുരളീധരന്റെ മറുപടി. ചെന്നിത്തലയും VD സതീശനെയും അടക്കം ആക്ഷേപിച്ചുകൊണ്ടാണ് സമുദായ സംഘടനകളിലെ പരിപാടികളെല്ലാം ഇവരെല്ലാം പോകുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഇവരൊക്കെ പോയതുകൊണ്ടൊന്നും പ്രയോജനമില്ല എന്നുള്ള രീതിയിലുള്ള മറുപടി തന്നെയാണ് കെ മുരളീധരൻ നൽകിയത്. അതേപോലെ തന്നെ ആരെങ്കിലും പുകഴ്ത്തിയതുകൊണ്ട് മുഖ്യമന്ത്രി ആവില്ല എന്നും കെ മുരളീധരൻ ഇന്ന് ചെന്നിത്തലയെ ആക്ഷേപിച്ചുകൊണ്ട് മറുപടി പറയുകയുണ്ടായി. എല്ലാവരും പുകഴ്ത്താറൊക്കെയുണ്ട്, ആരും എഴുത്താറൊന്നുമില്ല. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആവില്ല. അതിന് കോൺഗ്രസിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷം നോക്കണം, ഡൽഹിയുടെ അഭിപ്രായം അറിയണം. അപ്പോൾ ആ തീരുമാനം ഞാൻ പറഞ്ഞില്ല, മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ ഇത് ഇവിടെ വെറുതെ ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല.